അപ്പോൾ അങ്ങനെ കാലങ്ങൾക്ക് ശേഷം നമ്മളുടെ ഗ്രാഫിക്സ് കാർഡിൻ്റെ വിലകളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞ് വന്നിട്ടുണ്ട് എന്നും വിചാരിച്ച് അത്ര നല്ല വില കുറഞ്ഞൊന്നും വന്നിട്ടില്ല. എന്നാലും അവർ കൊള്ളയടിക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം പൈസയൊക്കെ കൊടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നല്ല ഗ്രാഫിക്സ് കാർഡുകളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലൂടെ എത്തിയിട്ടുണ്ട്. കാര്യം പുതിയ ഗ്രാഫിക്സ് കാർഡുകളൊക്കെ ഇറങ്ങി, അതുകൊണ്ട് തന്നെ പഴയതിൻ്റെയൊക്കെ വില കുറച്ച് എന്തായാലും പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് 5 ബഡ്ജറ്റ് സീരീസിൽ വരുന്ന ഗ്രാഫിക്സ് കാർഡുകളാണ്. അതിൻ്റെ വിലയും ആ ഒരു ഗ്രാഫിക്സ് കാർഡിലെ യൂസും ആണ് പറയുന്നത്. അതായത് ആ ഒരു ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നും കൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. തുടക്കത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾ എന്തായാലും വാങ്ങിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കത്തില്ല. AMDയുടെ RX 6400 എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ എന്തിനിടെ ഈ ഗ്രാഫിക്സ് കാർഡ് മേടിക്കണ്ട എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാഫിക്സ് കാർഡിൽ എൻകോഡർ കാര്യങ്ങളും വരുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ലൈവ് സ്ട്രീം ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഗെയിം കളിച്ച് സ്ട്രീം ചെയ്യാനും ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് കൊണ്ട് യാതൊരു ഉപയോഗം ഉണ്ടാവുന്നതായിരിക്കില്ല. മറിച്ച് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് കൊണ്ട് ഉണ്ടാവുന്ന ഒരേ ഒരു ഉപയോഗം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഗെയിം കളിക്കണമെങ്കിൽ നല്ല പൊളപ്പൻ ഗ്രാഫിക്സ് കാർഡാണ്. അതായത് ഈ ഒരു വിലയ്ക്ക് 10,000 രൂപയാണ് ഈ ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെ ഇപ്പോഴത്തെ വില വന്നിരിക്കുന്നത്. നേരത്തെ 14,000 രൂപയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെ വില എന്ന് പറയുന്നത് 10,000 ആ ഒരു റേഞ്ചിലൊക്കെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1080p അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിക്ക് ഗെയിം കളിക്കാൻ പറ്റിയ ഒരു പൊന്നപ്പൻ ഗ്രാഫിക്സ് കാർഡാണ്. പക്ഷേ എഡിറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ സ്ട്രീം ചെയ്യാനോ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് കൊണ്ട് ഒരിക്കലും പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫിക്സ് കാർഡ് എടുക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് NVIDIAയുടെ T400 4GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. അപ്പം ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3D മോഡലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കാർഡാണ്. പക്ഷേ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഗെയിമിംഗ് കളിക്കാം. അങ്ങനെ ഒരു ഉപകാരമോട് ഉണ്ട്. അതായത് നമുക്ക് അത്യാവശ്യം ഒരു 1650 ഗ്രാഫിക്സ് കാർഡ് അല്ലെങ്കിൽ ഒരു 1050 Ti ആ ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെയൊക്കെ റേഞ്ചിൽ വരുന്ന പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാതെ ഗെയിം കളിക്കാനും സ്ട്രീം ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് 3D മോഡലിംഗ് റെൻഡറിംഗ് ഒക്കെ ചെയ്യാൻ നല്ല പൊളപ്പനായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കാർഡാണ് ഈ ഒരു Quadro T400 എന്ന് പറയുന്നത്. ഗ്രാഫിക്സ് കാർഡിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 10,000 11,000 ആ റേഞ്ചിലേക്കാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റേഞ്ച് വരുന്ന മറ്റ് 2 ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് നമ്മളുടെ RX 550 4GB ഗ്രാഫിക്സ് കാർഡും അതുപോലെ തന്നെ നമ്മളുടെ NVIDIAയുടെ GT 1030 2GB ഗ്രാഫിക്സ് കാർഡുമാണ്. അപ്പോൾ ഈ 2 ഗ്രാഫിക്സ് കാർഡ് ഒരു കാരണവശാലും എടുക്കരുതല്ലേ. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഗ്രാഫിക്സ് കാർഡിന് ഇപ്പോൾ ഡ്രൈവർ അപ്ഡേറ്റ്സ് ഒക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു Quadro T400 കമ്പയർ ചെയ്യുമ്പോൾ Quadro T400 ആണ് പുലി. അപ്പോൾ എന്തിനിടെ ആ ഗ്രാഫിക്സ് കാർഡ് മേടിച്ച് ചുമ്മാ പൈസ കളയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫിക്സ് കാർഡിൽ വരുന്ന DDR6 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ആർക്കിടെക്ചറും കാര്യങ്ങളും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ സപ്പോർട്ടും കൂടുതലൊക്കെ ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം പൈസയ്ക്ക് മുതലായ ഒരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. നമ്മൾ രണ്ടാമത്തെ ബഡ്ജറ്റിൽ വരുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് പണ്ടത്തെ ഇതൊരു പഴയ മോഡൽ ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും അത്യാവശ്യമൊക്കെ കുഴപ്പമില്ലാതൊക്കെ ഓടുന്ന ഒരു നല്ല ഗ്രാഫിക്സ് കാർഡാണ്. മറ്റൊന്നല്ല നമ്മുടെ NVIDIAയുടെ GTX 1650 4GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് നമുക്ക് വേണമെങ്കിൽ 1080p 60 ഫ്രെയിംസിൽ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് 1080p 60 ഫ്രെയിംസിൽ ഗെയിം കളിച്ചുകൊണ്ട് ലൈവ് സ്ട്രീം ചെയ്യണമെങ്കിലും ചെയ്യാം. മിക്ക ഗെയിംസും നമുക്ക് ഒരു ലോ ടു മീഡിയം സെറ്റിങ്സിൽ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കളിക്കാനും പറ്റും. ചില ഗെയിംസൊക്കെ ഹൈ ഇതിലൊക്കെ കളിക്കാം. അത് നമുക്ക് 60 ഫ്രെയിംസ് പെർ സെക്കൻഡ്സ് കിട്ടുകയും ചെയ്യും. അപ്പോൾ GTA 5 ഒക്കെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പോലെ ഹൈയിലൊക്കെ ഇട്ട് കളിക്കാം. അതുപോലെ തന്നെ സ്ട്രീം ചെയ്യണമെങ്കിൽ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ധാരാളമായിരിക്കും. പിന്നെ നമുക്ക് 1080p 60 ഫ്രെയിംസ് എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് 4K വേണമെങ്കിൽ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യാം. പക്ഷേ അത്യാവശ്യം ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രൊസസ്സർ അനുസരിച്ചൊക്കെ ഇരിക്കും. എന്നാലും 4K ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് വലിച്ചെടുക്കാൻ ഒരല്പം പാടായിരിക്കും. എന്നാലും അത് ചെയ്തോളും, അതിന് പണി കൊടുത്താൽ ചെയ്തോളും. പക്ഷേ എന്നാലും 4K ഒരുപാടൊന്നും ഇതിനകത്ത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് വേറൊരു ഗ്രാഫിക്സ് കാർഡ് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെയൊക്കെ ഭേദം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വില 15,000 തിരിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് മേടിക്കുന്നതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല. നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ബേസിൽ ലൈവ് സ്ട്രീമിംഗ് ഗെയിമിങ്ങും RP കളിക്കാനും ഒക്കെ ഈ ഗ്രാഫിക്സ് കാർഡ് നല്ലതായിരിക്കും. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും. നമ്മളെ മൂന്നാമത്തെ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് നമ്മളുടെ NVIDIAയുടെ RTX 2060 6GB ഗ്രാഫിക്സ് കാർഡ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡിനകത്ത് നമുക്ക് റേ ട്രേസിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് RT കോഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം 4K എഡിറ്റ് ചെയ്യണമെങ്കിൽ നല്ല പൊന്നപ്പനായിട്ട് എഡിറ്റ് ചെയ്തോളും. അതുപോലെ നമുക്ക് ഗെയിം കളിച്ചുകൊണ്ട് ലൈവ് സ്ട്രീം ചെയ്യാനും അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് കാർഡാണ്. അത്യാവശ്യം മോഡലിംഗ് 3D മോഡലിംഗ് റെൻഡറിംഗ് കാര്യങ്ങളൊക്കെ നല്ല പോലെയൊക്കെ ചെയ്യുന്ന നല്ലൊരു ഗ്രാഫിക്സ് കാർഡാണ്. ഇപ്പോൾ ഏകദേശം ഈ ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെ വില 22,000 ആ റേഞ്ചിൽ തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ 1660 സൂപ്പർ എടുക്കണോ RTX 2060 എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RTX 2060 ആയിരിക്കും കുറച്ചുകൂടെയൊക്കെ ഭേദം. അപ്പോൾ നിങ്ങൾക്ക് മിക്ക ഗെയിംസ് ഇതിനകത്ത് ഹൈ ഗ്രാഫിക്സ് തന്നെ കളിക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ലോ ടു മീഡിയം സെറ്റിംഗ്സ് തന്നെ കളിച്ചുകൊണ്ട് 1080p 60 ഫ്രെയിംസിലൊക്കെ സ്ട്രീം ചെയ്യാനും അതുപോലെ എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല പൊളപ്പനായിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ നമ്മളുടെ നാലാമത്തെ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് AMDയുടെ ഗ്രാഫിക്സ് കാർഡാണ്. AMDയുടെ RX 6600 എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സ് കാർഡാണ്. ഇതൊരു 8GB ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് സത്യം പറഞ്ഞാൽ ഗെയിമിങ്ങിൽ നല്ല തീ പാറുന്ന ഗ്രാഫിക്സ് കാർഡാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്ക ഗെയിംസും 1080p ഹൈ സെറ്റിംഗ്സ് തന്നെ കളിക്കാനും പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാനും സ്ട്രീം ചെയ്യാനും അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ ചെയ്യുന്ന ഒരു ഗ്രാഫിക്സ് കാർഡാണ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് DLSS സപ്പോർട്ട് വരത്തില്ല. NVIDIA ഗ്രാഫിക്സ് കാർഡ് വരുന്ന കണക്കിന് DLSS സപ്പോർട്ടും കാര്യങ്ങളൊന്നും വരത്തില്ല. അതിന് വരെ നമുക്ക് FSR അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. AMD പ്രൊസസ്സർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആക്സസ് കിട്ടുന്നതായിരിക്കും. അതായത് AMD പ്രൊസസ്സറും AMD ഗ്രാഫിക്സ് കാർഡും യൂസ് ചെയ്യുന്ന ടെക്നോളജി. ഇപ്പോൾ സ്മാർട്ട് ആക്സസ് മെമ്മറി എന്ന ആ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് എനേബിളോട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ FSR വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് നേരത്തെ 30,000 മുകളിലായിരുന്നു. ഇപ്പം നല്ല ടവേ എന്ന് പറഞ്ഞ് ഈ ഗ്രാഫിക്സ് കാർഡിൻ്റെ വിലയൊക്കെ നല്ല കുറഞ്ഞു വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 24,000 ആ റേഞ്ചിലൊക്കെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് അത്യാവശ്യം ഈ 24,000 ബഡ്ജറ്റിലൊക്കെ മേടിക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രാഫിക്സ് കാർഡാണ്. അതായത് 1080p 60 ഹൈ ഫ്രെയിംസിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാനും എഡിറ്റ് ചെയ്യാനും അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സ് കാർഡാണ്. വലിയ വിഷയങ്ങളൊന്നും ഇല്ലാത്തൊരു ഗ്രാഫിക്സ് കാർഡാണ്. അപ്പം നമ്മൾ അവസാനത്തെ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മളുടെ NVIDIA RTX 3060 12GB ഗ്രാഫിക്സ് കാർഡ്. അപ്പോൾ എന്തിനിടെ ഈ ഗ്രാഫിക്സ് കാർഡ് എടുക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് 4K മസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് 4K എഡിറ്റിങ്ങും അതുപോലെ 4K ഗെയിമിങ്ങിന് നല്ല തീ പാർന്ന ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ 4K റെൻഡറിങ് അതുപോലെ തന്നെ നിങ്ങൾ ഹൈ എൻഡ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് എന്ന രീതിയിൽ, ഹൈ എൻഡിലെ സ്റ്റാർട്ടിംഗ് എന്ന രീതിയിൽ അത്യാവശ്യം നല്ല കിടിലൻ ഗ്രാഫിക്സ് കാർഡാണ്. ഈ ഗ്രാഫിക്സ് കാർഡിൻ്റെ നേരത്തെ വില എന്ന് പറയുന്നത് ഏകദേശം 40,000 അടുപ്പിച്ചായിരുന്നു. ഇപ്പോൾ എന്തായാലും 30,000 തൊട്ട് 32,000 ആ റേഞ്ചിലൊക്കെ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് മേടിക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വിലയും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2K ഗെയിമിംഗ് ഒക്കെ ചെയ്യാനും ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 4K റെൻഡറിങ്ങിന് മസ്റ്റായിട്ട് പറ്റിയൊരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ് ഈ ഒരു RTX 3060 12GB ഗ്രാഫിക്സ് കാർഡ്. അപ്പോൾ നിങ്ങളൊരു ഫോട്ടോഷോപ്പ്, അതായത് പ്രീമിയർ പോലൊക്കെ ഹൈ എൻഡ് റെൻഡറിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രാഫിക്സ് കാർഡ് നല്ല കിടിലമായിട്ട് ചെയ്തോളും. പിന്നെ നിങ്ങൾക്ക് സ്ട്രീമിങ്ങിന് മിക്ക ഗെയിംസും ഇനി 2Kയിൽ നിങ്ങൾക്ക് കളിക്കണമെങ്കിലും കളിക്കാം. നല്ല കിടിലൻ ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ വന്ന് കിടക്കുന്ന ഗ്രാഫിക്സ് കാർഡ്. അപ്പം RTX 3060 ബഡ്ജറ്റ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലടേ. കാര്യം ഒരു 30,000 രൂപയുടെ ബഡ്ജറ്റ്, നിങ്ങൾ ഒരു 1 ലക്ഷത്തിനൊക്കെ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 30,000 രൂപയുടെ ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. 1 ലക്ഷത്തിനൊക്കെ PC ബിൽഡ് ചെയ്യുന്ന ഓക്കെയാണ്. 1 lakh ബഡ്ജറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു RTX 3060 ഏകദേശം 80,000 രൂപയുടെ ബഡ്ജറ്റിലും ചിലപ്പോഴൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യേ. എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരെയും വരാം.